നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സന്തോഷത്തോടെ എൻ്റെ ശിരസ് നമിച്ച് ആ പാദത്തിങ്കൽ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ദൈവവചനം കേൾപ്പാൻ താല്പര്യത്തോടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാദരവോടെ വന്ദനം പറഞ്ഞുകൊണ്ട് ആത്മീക ചിന്തയിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിപ്പാനും ചിന്തിപ്പാനും വേണ്ടി കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം 1 ശമൂവേൽ 11 അധ്യായം അതിൻ്റെ 9 വാക്യമാണ്. 1 ശമൂവേൽ 11 അധ്യായത്തിൻ്റെ 9 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ഗിലെയാദിലെ യാബേശ്യരോട് നാളെ വെയിൽ മൂക്കുമ്പോഴേക്കും നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് പറവീൻ എന്ന് പറഞ്ഞു. നാളെ വെയിൽ മൂക്കുമ്പോഴേക്കും നിങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. സംഭവത്തിൻ്റെ പശ്ചാത്തലം, ശൗല് ഇസ്രായേലിന് രാജാവാകുകയാണ്. അപ്രതീക്ഷിതമായിരിക്കുന്നൊരു നിയമനമായിരുന്നു. കഴുത നഷ്ടപ്പെട്ട് കറങ്ങി നടന്ന് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് തപ്പി നടന്ന് അവസാനം ശമൂവേൽ പ്രവാചകൻ്റെ പ്രവാചക കൂടാരത്തിൽ ചെന്നുപെട്ട് അവിടെ വെച്ച് കഴുതയെക്കുറിച്ചുള്ള ചിന്ത മറന്നേക്ക്, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ പ്രഭുവായി ശൗലിനെ അഭിഷേകം ചെയ്ത് വിടുകയാണ്. അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ദൈവമായ കർത്താവ് ശമൂവേലിലൂടെ പറഞ്ഞ് ശൗലിനെ നിർവഹിച്ചു കൊടുത്തു. 11 അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ശൗല് രാജാവായി അനന്തരം ക്രമീകരണങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇസ്രായേലിൽ ഒരു രാജഭരണം ആദ്യമായിട്ടാണ്. കൊട്ടാരമോ സൈന്യമോ ആയുധമോ ഒന്നും ആയിട്ടില്ല. ഒരു നിയമനമായിട്ടുള്ളൂ. ഒരു പൈനിയർ സ്റ്റേജിൽ നിന്ന് തുടങ്ങുക. ഇപ്പോൾ രാജാവായിരിക്കുന്ന ശൗല് ആ പദവിയിൽ നിന്നുകൊണ്ട് ആദ്യകാലത്തൊക്കെ ശൗൽ ഭയങ്കര ഡീസൻ്റായിരുന്നു. നിങ്ങൾ ഈ 11 അധ്യായമൊക്കെ വായിച്ചു നോക്കിയാൽ എത്ര നല്ല മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉടമയാണ് ആ മനുഷ്യനെന്ന് മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മറഞ്ഞുപോയി, അസൂയ കയറി, ദാവീദിന് പിന്നാലെ ഓടാൻ തുടങ്ങി. അതൊക്കെയാണ് തകർച്ചയിൽ കൊണ്ടെത്തിച്ചത്. നല്ല മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കില്ലല്ലോ. അങ്ങനെ ശൗലിനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വന്ന് ആദ്യമായിട്ട് നേരിടുന്നൊരു യുദ്ധമാണ്. ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടായതിന് ശേഷം, അഥവാ ശൗല് രാജാവായതിന് ശേഷം ആദ്യമായിട്ട് ഒരു യുദ്ധം രാഷ്ട്രം നേരിടുകയാണ്. വലിയ യുദ്ധമൊന്നും, ഒരു കൊച്ചു യുദ്ധം. 11:1 വായിക്കുന്നത്, അനന്തരം അമ്മോന്യനായ നാഹാഷ് പുറപ്പെട്ടു വന്ന ഗിലെയാദിലെ യാബേഷിന് നേരെ പാളയമിറങ്ങി. അപ്പോൾ ഈ പറയപ്പെടുന്ന അമ്മോന്യനായിരിക്കുന്ന നാഹാഷ് അമ്മോന്യ രാജാവാണ്. ശൗൽ രാജാവായെന്ന് കേട്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഏറ്റുമുട്ടുകയാണ്. ഇസ്രായേലിലെ ഗിലെയാദ് പ്രവിശ്യയിലെ കൊച്ചൊരു ഗ്രാമമായിരിക്കുന്ന യാബേഷിൽ വന്നിട്ട് അയാൾ ജനത്തെയൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. പേടിച്ചിട്ട് യാബേഷ് നിവാസികൾ ഈ അമ്മോന്യ രാജാവിൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഞങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുക, യുദ്ധത്തിന് നിൽക്കല്ലേ. അപ്പം അദ്ദേഹം അഹങ്കാരത്തോടൊരു വെല്ലുവിളി മുഴക്കി. വെല്ലുവിളി ഇതാണ്: നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് ചൂഴ്ന്നെടുത്ത്, വലങ്കണ്ണൊക്കെയും ചൂഴ്ന്നെടുത്ത്, അങ്ങനെ എല്ലാ ഇസ്രായേലിലും ഈ നിന്ന വരുത്തുവാണെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുക്കണം. കണ്ണില്ലാത്തവരായി, വലങ്കണ്ണില്ലാത്തവരായി, ഒരു കണ്ണില്ലാത്തവരായി ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യില്ല, ഞാനൊരു ഉടമ്പടിക്ക് തയ്യാറാകാം. എന്ത് നീചനായ മനുഷ്യനാന്ന് നോക്ക്. പുരാതനകാല യുദ്ധകഥകളൊക്കെ അങ്ങനെയാണ്. ഒരു കരുണയില്ല. മനുഷ്യനാണ്, വേദനയെടുക്കും, ചോര വരും, ഇതൊന്നും അവർക്ക് ചിന്തയില്ല. അമ്മോന്യൻ വന്നിട്ട് വലങ്കണ്ണെല്ലാം കൂടി താടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക. ഈ ജനം 7 ദിവസത്തെ അവധി ചോദിച്ചു. ഞങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ, ചിലരോടൊന്ന് പറയാൻ ഒരു അവസരം തരാൻ പറഞ്ഞു. അദ്ദേഹം അവധി കൊടുത്തു. അവർ കരഞ്ഞുകൊണ്ട് ശൗലിൻ്റെ നാട്ടിൽ വരിക, ശൗല് പാർക്കുന്ന സ്ഥലത്ത് വരിക. അപ്പോൾ ശൗല് കാളയും കൊണ്ട് വയലിൽ പോയിരിക്കുക. അവൻ രാജാവാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ സെറ്റായി വരുന്നുള്ളൂ. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഗ്രാമീണവാസികളും ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടക്കരച്ചിലാണ്. 7 ദിവസത്തിനുള്ളിൽ വലങ്കണ്ണ് പോകും ഇസ്രായേലിലെ പലരുടെയും. ഈ ഭാരം കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശൗല് കയറി വരുന്നു.
ശൗല് ജനത്തിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഇപ്പോൾ ജനനായകൻ കൂടെയല്ല, ഉത്തരവാദിത്തമുള്ള ആളല്ലേ, എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ഒരു സങ്കടം പറയുന്നു. പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വരുന്നു. അവൻ എല്ലാവരോടും ഒരു യുദ്ധത്തിന് തയ്യാറാകാൻ വേണ്ടി പറയുന്നു. പെട്ടെന്ന് യുദ്ധം എന്താണ്, എങ്ങനെയാണ് യുദ്ധം, ഇതൊക്കെ ശൗലിന് അറിയാമോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു നേതാവിൻ്റെ ഗുണം. തൻ്റെ ജനത്തിന് നേരെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശൗല് നേരെ അവൻ്റെ സുരക്ഷിതത്വം നോക്കി ഭാര്യ മക്കളെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോവുകയല്ലായിരുന്നു. ദൈവാത്മാവ് അവൻ്റെ മേൽ വന്നിട്ട് പെട്ടെന്ന് ഈ വിഷയം തീർക്കണം, അതിന് അവനെ കൈകാര്യം ചെയ്യണം എന്ന നിലവാരത്തിൽ ഗോത്രങ്ങളോട് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ഒന്നിച്ച് പറയുകയാണ്. എന്നിട്ട് ഈ യാബേശ് നിവാസികളോട് പറയിപ്പിക്കുകയാണ് 9-ാം വാക്യത്തിൽ, നിങ്ങൾ ഗിലെയാദിലെ യാബേശ്യരോട് നാളെ വെയിൽ മൂക്കുമ്പോഴേക്കും നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു വലിയ തൻ്റെ ഇടത്തോടെ പോസിറ്റീവായിട്ട് പറയുകയാണ്. ഇതിനകത്ത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം ഇത്രയേ ഉള്ളൂ, ഒരു നുറുന്ന ചിന്തയുള്ള കേട്ടോ, ശ്രദ്ധിച്ചോളണം, അത്രയേ ഉള്ളൂ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നാളെ വെയിൽ മൂക്കുമ്പോഴേക്കും രക്ഷയുണ്ടാകും. ഒരു സമയം അങ്ങ് പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഞാൻ ആ ഭാഗത്ത് നിന്ന് നിങ്ങളിൽ ചിലരോട് പറയാൻ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഈ വാക്യത്തിലേക്ക് കുറേ നേരം ഉറ്റുനോക്കിയിരിക്കും. ആ ശ്രദ്ധയിൽ ദൈവം എന്തെങ്കിലും പറയും. ഞാൻ ഈ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ച് കുറച്ച് നേരം നോക്കിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണേ, വെയിൽ മൂക്കുമ്പോഴേക്കും രക്ഷയുണ്ടാകും. വെയിൽ മൂക്കുക ഒരു തനതായ പ്രയോഗമാണ്. ഞാൻ എന്തിനൊന്ന് ആത്മീകവൽക്കരിച്ചോട്ടെ, നമ്മുടെ ജീവിതമായിട്ട് തട്ടിച്ചോട്ടെ. പുരാതന ഒരു കടങ്കഥ പറഞ്ഞ് രാവിലെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കഥ, ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ഒരു ദൂത് പറഞ്ഞോട്ടെ. വെയിൽ മൂക്കുക നമുക്കറിയാവുന്നൊരു പ്രതിഭാസമാണ്. രാവിലെ സൂര്യൻ ഉദിക്കും. ഇപ്പം ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് രാവിലത്തെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വന്ന് റെക്കോർഡ് ചെയ്യാനിരിക്കുക. ഇപ്പോഴും ഞാനായിരിക്കുന്ന നാട്ടിൽ തണുപ്പ് മാറിയിട്ടില്ല. സൂര്യൻ ഉദിച്ചു ശരിയാണ്, വെളിച്ചം വീണു ശരിയാണ്, പക്ഷേ തണുപ്പാണ്, ചൂടില്ല. രാവിലെ ആയുള്ളൂ. സൂര്യൻ ഉദിച്ചത് സത്യമാണ്, പക്ഷെ വെയിൽ മൂക്കുക എന്നൊരു സമയമുണ്ട്. പതുക്കെ മുന്നോട്ട് വരികയാണ്. ചക്രവാള ആ പരിമിതിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു ഉച്ച നേരമാകുമ്പോഴത്തേക്ക് ഒരു 11:30-12 ആകുമ്പോഴേക്കും വെയിൽ മൂക്കുക എന്ന് പറയും. പണ്ടത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന, അന്ന് ഇതുപോലെ ക്ലോക്കും വാച്ചും ഒന്നുമില്ല, അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് വെയിൽ മൂക്കുമ്പോൾ പതുക്കെ ഉദിച്ച സൂര്യൻ മുകളിലേക്ക് വന്ന് നിന്നിടത്ത് നിൽക്കുവാണെങ്കിൽ എന്നും തണുത്ത് മരവിച്ചൊരു ഉറഞ്ഞ സ്ഥിതിയായിരിക്കും. പക്ഷേ ഈ ഭ്രമണപഥങ്ങളുടെ നിലവാരമനുസരിച്ച്, സൗരയൂഥത്തിൻ്റെ പ്രവർത്തനമനുസരിച്ച് സൂര്യൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ വെയിലങ്ങ് മൂത്തു. ഏത് കുളിരും മാറി, മഞ്ഞ് മാറി, മഞ്ഞിൻ്റെ കണികകളെല്ലാം മാറി, തണുപ്പ് മാറി, ചൂടായി, സൂര്യൻ കത്തിക്കേറി, വെയിൽ മൂത്തു. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, നീതിസൂര്യനായിരിക്കുന്ന ആ ക്രിസ്തു അല്ല, നമ്മുടെ ഉള്ളിൽ രക്ഷ ഉദിച്ചു എന്നൊക്കെയാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ഒരു ചെറിയ പ്രകാശം കിട്ടി, ഒരു ചെറിയ വെളിച്ചം കിട്ടി ഈ വചനമൊക്കെ കേട്ടതുകൊണ്ട്. അതങ്ങനെ പ്രഭാത സൂര്യൻ പോലെ ഇങ്ങനെ ആ ഉദിച്ചെടുത്ത് നിൽക്കുവാണെങ്കിൽ രക്ഷയുണ്ടാകാൻ സാധ്യത കുറവാട്ടോ. ഭയപ്പെടണ്ട. ആ ഉദിച്ച സൂര്യൻ അങ്ങ് കത്തിക്കയറട്ടെ, തലയ്ക്ക് മുകളിൽ വരട്ടെ, ശരിക്കും വെയിലങ്ങ് മൂക്കട്ടെ. ഞാൻ ആത്മീകത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളിൽ ഉദിച്ച ആത്മീകം, നിങ്ങൾക്ക് ലഭിച്ച പ്രകാശനം, നിങ്ങൾക്ക് ലഭിച്ച പ്രാർത്ഥനാ ജീവിതം, നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസം, ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നുള്ള നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടിയ ഉറപ്പ്, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ സ്വീകരിച്ച ആ ത്യാഗപൂർണമായ തീരുമാനം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീപ്പൊരി അകത്ത് വീണ അനുഭവം, അതവിടെ നിൽക്കരുത്. ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചു കയറുന്നത് പോലെ നിങ്ങളുടെ തലയ്ക്ക് മീതെ ഉദിച്ചു വന്ന രക്ഷ അങ്ങ് കത്തിക്കയറണം. ഒതുങ്ങരുത്.
തളരരുത്. പേരൊപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രാർത്ഥനയ്ക്ക് പോയിരിക്കരുത്. 2025 ഒത്താൽ പ്രാർത്ഥിക്കാം, ഒത്താൽ പള്ളിയിൽ പോകാം, ഒത്താൽ ഞാനും കൂടി വരാം എന്നുള്ള നിലവാരം മാറ്റണം, മാറ്റണം, മാറ്റണം. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൂത് പറയാം. നിങ്ങളുടെ തലയ്ക്ക് മീതെ ഉദിച്ചുയർന്ന ദൈവകൃപ ശരിക്കും ജ്വലിച്ച് പ്രകാശിക്കണം. വെയിൽ മൂക്കണം. ബ്രദറെ, സിസ്റ്ററെ, വെയിൽ മൂക്കണം. ശരിക്കും നീ വാ തുറന്ന് പാട്ട് പാടണം, കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം, മനസ്സ് തുറന്ന് ദൈവത്തിന് മഹത്വം കരയറ്റണം, ഹൃദയം തുറന്ന് ക്രിസ്തീയ ജീവിതം നയിക്കണം. ചുമ്മാ വലിഞ്ഞു നിൽക്കരുത്. തണുത്തുറഞ്ഞൊരാത്മീകം കൊണ്ടൊന്നും നടക്കുകയല്ല. ശൗല് പറഞ്ഞതാ ശരി. നാളെ നേരം വിളിക്കട്ടെ എന്നല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വെയിൽ മൂക്കുന്നത് എപ്പോഴാണോ അപ്പം രക്ഷയുണ്ടാകും. ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യം പിടികിട്ടിയെന്നും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൽ ഈ ആത്മീകം മൂക്കട്ടെ. എൻ്റെ പ്രാർത്ഥന അങ്ങ് മൂക്കട്ടെ എന്ന്. ശരിക്കും അങ്ങോട്ട് ക്രിസ്തീയ ജീവിതം അങ്ങ് ശരിക്കും മൂക്കട്ടെ. ഇത് വാടിപ്പഴുത്തതുപോലെ കൂമ്പടച്ചതുപോലെ നിൽക്കാതെ ഈ കൊല്ലം അങ്ങ് പിടിച്ച് കയറ്. ആത്മാവിൽ ജ്വലിക്ക്. ഒരു കൂട്ടായ്മയിലേക്കൊക്കെ പോയി 10 പേരുടെ ഇടയിലിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്ക്, വേദപുസ്തകം വായിക്ക്, പ്രത്യേക സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇതങ്ങ് മൂക്കട്ടെ. നിന്റെ ഉള്ളിൽ ജനിച്ച ക്രിസ്ത്യാനിത്വം, നിൻ്റെ ഉള്ളിൽ ജനിച്ച ഭക്തി, നിൻ്റെ ഉള്ളിൽ ഉദിച്ച ദൈവകൃപ അതങ്ങ് കത്തിക്കയറട്ടെ. അതങ്ങ് മൂക്കട്ടെ. വെയിൽ മൂത്താൽ രക്ഷ ഉറപ്പ്. ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്താം. നിൻ്റെ ആത്മീകം ശരിക്കും ജ്വലിച്ച് പ്രകാശിക്കട്ടെ. രക്ഷ ഉറപ്പ്. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കിനകത്തൊക്കെ കർത്താവ് തരുന്ന ആത്മീക ചിന്തയ്ക്ക് നന്ദിയപ്പ. ശൗല് പറഞ്ഞൊരു വാക്ക് ഞാൻ ഏറ്റു, ഞാൻ നോക്കിക്കോളാം എന്നല്ലപ്പ. ഞങ്ങൾ ശ്രദ്ധിച്ചു. നാളെ വെയിൽ മൂക്കട്ടെ, രക്ഷയുണ്ടാകും. അപ്പാ, അത് തന്നെ ഞങ്ങൾ ആത്മീകത്തിൽ ഏറ്റെടുക്കുക. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിച്ച ദൈവ തേജസ്, ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിച്ച ദൈവകൃപ, ഞങ്ങളുടെ ഉള്ളിൽ ഉദിച്ച നീതിസൂര്യൻ അതങ്ങ് മൂക്കട്ടെ, ജ്വലിക്കട്ടെ, കത്തട്ടെ, ചൂടേറട്ടെ. അപ്പോൾ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഇതിൽ നിന്ന് ഊരിപ്പോരത്തില്ല, രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ വിഷയത്തിൽ എൻ്റെ കർത്താവ് രക്ഷ ഉണ്ടാക്കും. ഈ വർഷം എല്ലാവർക്കും ഇത് അനുഭവമാകട്ടെ. ഞാൻ എന്നെ കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ.